ജാമ്യമൊക്കെ കിട്ടിയെന്നറിഞ്ഞു. സന്തോഷം. ഇരി, വെറുതെ എന്നോട് ഉടക്കാൻ നിൽക്കണ്ട. നിനക്ക് താങ്ങാൻ കഴിയാത്ത പണിയായിരിക്കും കിട്ടുന്നത്. എടാ, നാണോ ഇല്ലല്ലോടാ വലിയ ആളെപ്പോലെ നിന്ന് ഡയലോഗ് അടിക്കാൻ. എടാ, നേർക്ക് നേരെ അടിക്കാൻ ധൈര്യമില്ലാത്ത നീ എന്താ ചെയ്തേ? ഞാൻ മാലയിടാൻ കാത്തു നിന്നിട്ട് ആളെയും കൂട്ടി വന്ന് എന്നെ തല്ലാൻ നോക്കി. എന്നിട്ട് വിജയിച്ചോ? അതും ഇല്ല. കഷ്ടം. നീയൊക്കെ ഒരു ആണാണോടാ. നീ എന്നെങ്കിലും ഒരു നാള് നന്നാവൂന്ന് വിചാരിച്ചിട്ട് ഇത്രയും കാലം നീ ചെയ്ത വൃത്തികേടുകളെ കുറിച്ച് അറിഞ്ഞിട്ടും ഞാൻ നിന്നെ പിന്തുണച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇനിയും ഞാനത് തുടർന്നാൽ എന്നെപ്പോലൊരു മണ്ടൻ ഈ ലോകത്തുണ്ടാവില്ല. അതുകൊണ്ട് നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു. ഇനി നീ ചാവാൻ കിടന്നാ പോലും പച്ച വെള്ളം ഞാൻ തരില്ല. ശരിക്കു പറഞ്ഞ നിന്നെ ഞാൻ അടിക്കാ വേണ്ടത്. പക്ഷേ ഞാൻ മാലയിട്ട് പോയില്ലേ, അതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടാൻ പോവാ. മാത്രമല്ല, സ്റ്റേഷനിൽ വെച്ച് മഞ്ജു നിന്നെ തലങ്ങും വിലങ്ങും അടിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ തരേണ്ടതൊക്കെ അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയ സ്ഥിതിക്ക് ഈ ഒരു കാര്യം പറഞ്ഞ് എന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികാര നടപടിയും ഉണ്ടാവില്ല. ഇത് ഗിരിയുടെ വാക്ക. ഗിരി, ആ കേസിന്റെ കാര്യം അത് മുറ പോലെ തന്നെ നടക്കും. ഇവൻ ശിക്ഷിക്കപ്പെടണോ വേണ്ടയോ എന്ന് കോടതി തന്നെ തീരുമാനിക്കട്ടെ. എന്തായാലും ഇതിനു വേണ്ടി ഞാൻ കോടതിയിൽ നുണ പറയാൻ പോകുന്നില്ല. നല്ലൊരു വക്കീലിനെ വിളിച്ച് കേസ് ഏൽപ്പിച്ചോളൂ. ചെക്കനെ ജയിലിൽ പോവാതെ രക്ഷിക്കണ്ടേ?